ഓം ഗണപതയേ നമഃ. അശ്വതി നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും പരിഹാരവും. സ്വതവേ ബുദ്ധിജീവികളായ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർ ആയതുകൊണ്ട് മനസ്സുഖം കുറഞ്ഞിരിക്കും. ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് സാമർത്ഥ്യവും പുരോഗതിയും ഉണ്ടാകാം. ഏകദേശം 30 വയസ്സ് വരെ തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകാം. 50-55 വയസ്സിന് ശേഷം പലരും ഉപദേഷ്ടാക്കളായോ പൊതുപ്രവർത്തകരോ ആയിത്തീരാറുണ്ട്. ഇവർ കുടുംബാംഗങ്ങളുടെ വെറുപ്പിന് പാത്രീഭവിക്കാറുണ്ട്. പിതാവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങൾ പ്രായേണ കുറവായിരിക്കും. ഇവർക്കുള്ള എല്ലാ അഭിവൃദ്ധികളും സ്വതന്ത്രമായ മാർഗത്തിലൂടെയും പരിശ്രമത്തിലൂടെയും നേടിയെടുക്കാറുണ്ട്. എന്നാൽ അന്യ ആൾക്കാരെ കൊണ്ട് ഇവർക്ക് പലവിധ നന്മകളും ഉണ്ടാകാറുണ്ട്. വീടും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് നിർബന്ധക്കാരാണ്. ഇവർ പുറമേ നല്ല ആരോഗ്യവാന്മാരായി തോന്നുമെങ്കിലും അർശസ്സും വാദം, മൂത്രാശയരോഗം, ഹൃദ്രോഗം ഇതിൽ ഏതെങ്കിലും വിട്ടുമാറാതെ ഉപദ്രവിക്കാറുണ്ട്. ചിട്ടയായ ജീവിതവും നാട്ടുചികിത്സയിലൂടെയും മാറ്റിയെടുക്കാനാകും. ഇവരിൽ ചിലർ ലഹരി പദാർത്ഥം നിയന്ത്രണമില്ലാതെ ഉപയോഗിച്ചു തുടങ്ങിയാൽ ജീവിതം പാഴാകും. പരിഹാരം ചെയ്യുക. ഇവരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണ്ണമാകാറുണ്ട്. അശ്വതി നാളിലുള്ള സ്ത്രീകൾ പൊതുവെ ഭർത്താക്കന്മാരെ അകമഴിഞ്ഞ് സ്നേഹിക്കും. ചൊവ്വ അനിഷ്ടത്തിലായ കാരണം ഭാര്യയ്ക്ക് അനാരോഗ്യവും ശുക്രനും സർപ്പനും അനിഷ്ടത്തിൽ വന്നാൽ ഭാര്യാമരണവും സംഭവിക്കാം. ബുധനോ ശനിയോ അനിഷ്ടത്തിൽ വന്നാൽ വിവാഹത്തിന് കാലതാമസം നേരിടും. സ്നേഹം കൊണ്ട് മാത്രമേ ഇവരെ കീഴടക്കാൻ കഴിയൂ. അശ്വതി ആദ്യത്തെ 15 നാഴികയിൽ ആദ്യത്തെ 3.25 നാഴിക ദോഷാധിക്യമാണ്. ഈ സമയത്ത് ജനിക്കുന്നവർ പൊതുവെ മുൻകോപികളും വഞ്ചകരും ആയിരിക്കും. ഗണ്ഡാന്ത ദോഷമുള്ളവർ മാതാപിതാക്കളെയും കുടുംബത്തെയും വേർപിരിഞ്ഞ് കഴിയുന്നവരായിരിക്കും. കളവ് പറയുവാനും പ്രവർത്തിക്കാനും പ്രത്യേക കഴിവുണ്ടായിരിക്കും. ദേവപൂജയ്ക്കും വിത്തിടാനും വിദ്യാരംഭത്തിനും വാഴ നടാനും ഈ നക്ഷത്രം പൊതുവെ നല്ലതാണ്. അശ്വതിയുടെ ദശാനാഥൻ കേതുവാണ്. ഏകദേശം 3-4 വയസ്സ് വരെ കേതു ദിശയായിരിക്കും. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ കാർത്തിക, മകയിരം, പുണർദം, വിശാഖം, 4-ാം പാദം, അനിഴം, തൃക്കേട്ട. ജന്മനക്ഷത്രങ്ങൾ തോറും ഗണപതി ഹോമം നടത്തുക. ഈ നക്ഷത്രക്കാർ ഗണപതിയെ ഭജിക്കുന്നത് നല്ലതാണ്. ഇവർക്ക് ചൊവ്വാദശയും സൂര്യദശയും വേഴദശയും അത്ര നന്നല്ല. ഈ ദോഷപരിഹാരമായി ഗണപതിയെ ഭജിക്കുക. അശ്വതി നക്ഷത്രവും ചൊവ്വാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ ഭദ്രകാളിയെ സേവിക്കാം. സുബ്രഹ്മണ്യ വ്രതം അനുഷ്ഠിക്കുക. വേഴദശാകാലങ്ങളിൽ അശ്വതി നക്ഷത്രം വ്യാഴാഴ്ച വരുന്ന ദിവസം വ്യാഴാഴ്ച വ്രതം, തുളസിമാല സമർപ്പിക്കുക. വിഷ്ണുവിന് വിഷ്ണുഭജനം നടത്താം. സൂര്യദശാകാലത്ത് ഞായറാഴ്ച വ്രതം എടുക്കുക. ഇങ്ങനെ ഈ വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവർക്ക് ജീവിതം മംഗളകരമായി തീരും. ഓം അശ്വിനി കുമാരാഭ്യ നമ എന്ന മന്ത്രം ജപിക്കുക.